നമ്മുടെ റെസ്പിറേഷൻ ആൻഡ് എക്സ്ക്രീഷനിലെ മറ്റൊരു ചോദ്യമായിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. വാതക സംഭരണത്തിൽ ചുവടെ നൽകിയിരിക്കുന്നവയുടെ പങ്ക്. റൈറ്റ് ദ റോൾ ഓഫ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻ ദ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസ്. പ്ലാസ്മ, RBC, ഹീമോഗ്ലോബിൻ, ടിഷ്യൂ ദ്രവം. എവിടെ നമുക്ക് പ്ലാസ്മയിലൂടെയാണ് ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡിന്റെയും ട്രാൻസ്പോർട്ടും നടക്കുന്നുണ്ട്. അതുപോലെ RBCയിൽ എന്ത് ചെയ്യുന്നു, ഓക്സിജനെ ക്യാരി ചെയ്തിട്ട് ടിഷ്യൂലേക്ക് കൊടുക്കുന്നു, കാർബൺ ഡൈ ഓക്സൈഡിനെ എങ്ങോട്ട് കൊടുക്കുന്നു, ലങ്സിലേക്ക് ശ്വാസകോശത്തിലേക്കും കൊടുക്കുന്നുണ്ട്. ഹീമോഗ്ലോബിനുമായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ബൈൻഡ് ചെയ്ത് കാർബോമിനോ ഹീമോഗ്ലോബിൻ ആവുന്നുണ്ട്, ഓക്സിജൻ ബൈൻഡ് ചെയ്ത് ഓക്സി ഹീമോഗ്ലോബിൻ ആയിട്ടാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ടിഷ്യൂ ഫ്ലൂയിഡ് എന്ത് ചെയ്യുന്നു, ഗ്യാസ് എക്സ്ചേഞ്ച് ബിറ്റ്വീൻ ബ്ലഡ് ആൻഡ് സെൽ അല്ലെ. ടിഷ്യൂ ദ്രവത്തിലൂടെയാണ് രക്തത്തിൽ നിന്നും നമ്മുടെ കോശങ്ങളിലേക്ക് ഓക്സിജനെ കൊടുക്കുന്നതും അതിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുന്നതും. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ ഒരു ഭാഗം റീഡ്രോ ചെയ്ത് ഭാഗങ്ങളെ അടയാളപ്പെടുത്താനാണ്. ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്. ഭാഗങ്ങൾ അടയാളപ്പെടുത്താൻ ചോദിച്ചാൽ എങ്ങനെ എഴുതും? എ എന്ന് പറയുന്നത് എന്താ, നമ്മുടെ കിഡ്നിയാണ്, വൃക്കയാണ്. ബി എന്ന് പറയുന്നതിനെ നമ്മൾ യൂറെറ്റർ, മൂത്രവാഹി എന്ന് പറയുന്നു. സി എന്ന് പറയുന്നത് യൂറിനറി ബ്ലാഡർ ആണ്, മൂത്രാശയം. അതുപോലെ തന്നെ ഡി എന്ന് പറയുന്നതോ യൂറെത്ര, മൂത്രനാളി. ഇത്രയും ഭാഗങ്ങൾ വരച്ച് അടയാളപ്പെടുത്താൻ പഠിക്കുക. അപ്പൊ ഓൾ ദി ബെസ്റ്റ്.